ബാക്ക് ടു മൈ ചാനൽ. അടുപ്പൊക്കെ കത്തിച്ച് നല്ല രീതിയിലാണ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്യാസ് കത്തിച്ചിങ്ങനെ എന്തോ ഉണ്ടാക്കാൻ പോകണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും, എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇതെന്താ കഴുകി വെച്ചിരിക്കണമെന്നല്ല, അരിയാണ്. നമ്മൾ ചോറ് വെക്കുന്ന അരിയാണ്, റേഷൻ്റെ അരിയാണ്. അത് വറക്കാൻ പോവാണ്. മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ സ്ഥിരം പരിപാടിയാണത്. എന്താണ് അരി, നമ്മൾ ഇതൊക്കെ പറയും അരി ഉണ്ട, എന്താ പറയുക, അത് കടലൊക്കെ വറുത്തിട്ടുണ്ടാക്കൂലേ, അത് കടല വറക്കാതെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. മറ്റേത് കടല വറക്കണം, അതിൻ്റെ തൊലി കളയണം, പിന്നെ അതൊന്ന് പൊടിച്ചെടുക്കണം. ഇതിനും പണിയില്ല എന്നല്ല കേട്ടോ പറയണത്, പണിയുണ്ട്. പക്ഷെ ആ ഒരു പണി സ്കിപ്പ് ചെയ്ത് കിട്ടുന്നു മാത്രം. പീനട്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. പീനട്ട് ബട്ടർ വാങ്ങുക, അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ആ ഒരു പണി ഇല്ലല്ലോ. ബാക്കിയുള്ള എല്ലാ പണി ഉണ്ടെങ്കിലും ഈ ഒരു പണി അവിടെ കുറഞ്ഞ് കിട്ടും, അതാണ്. അപ്പോൾ അത് അമ്മേൻ്റെ മീൻ കറിക്കോട്ടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാങ്ങ നുറുക്കി വെച്ചിട്ടുണ്ട് അവിടെ, അതും എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, അച്ചാറിട്ടിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നുറുക്കി കൊടുത്തതാണ് ഞാൻ. അമ്മ അച്ചാറിട്ട് തരും, നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ സ്കൂൾക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇടുന്നത്. ഇതിൻ്റെ ആൾക്കാരാണ് എൻ്റെ മക്കൾ, ഈ അച്ചാറിൻ്റെ. അപ്പോൾ പോണതിൻ്റെ മുന്നേ, അത് ഞായറാഴ്ചക്കത്തെ വ്ളോഗാണ് കേട്ടോ, ഞായറാഴ്ച എടുത്ത് വെച്ചതാണ്. എഡിറ്റ് ചെയ്യാനും ഇടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നൊക്കെ എന്താ വെച്ചാണ്, ഇതിപ്പോൾ ബുധനാഴ്ച, 3-4 ദിവസമായി ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യണതും ഇടുന്നതും ഒക്കെ. അപ്പോൾ അച്ചാറിടാനുള്ള സംഭവങ്ങൾ അവിടെ അരിഞ്ഞ് ഞാൻ കൊടുത്ത് എല്ലാം റെഡിയാക്കി കൊടുത്തിക്കണേ. ബാക്കി ഇട്ടരും. പിന്നെ അതവിടെ വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടിക്ക് പോയതാണ്. അപ്പോൾ പിന്നെ സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് സ്നാക്സിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, സ്കൂൾക്ക് സ്നാക്സിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഈ സംഭവം ഉണ്ടാക്കുന്നത്. കുറച്ച് ഉണ്ടാക്കി കുപ്പിയിലാക്കി വെച്ചാൽ അടുത്ത് കൊടുത്താൽ മതിയല്ലോ. ഇതിങ്ങനെ ബേക്കറി വാങ്ങണതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയച്ചാൽ നല്ലതല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കണത്. അപ്പോൾ ആദ്യം നമ്മൾ അരി കഴുകി നല്ല വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ അത് വറുക്കുക. നല്ല വറുത്തെടുത്തിട്ട് അത് വറുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ്, വറുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെന്താ, കുറേ ഉണ്ടായിരുന്നു, കുറച്ച് തോനെ ഉണ്ടാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് തോനെ എടുത്തിക്കണത്. 1 കിലോ അരി വരെ ഞാൻ എടുത്തിട്ടുണ്ട് വറുക്കാൻ. അപ്പോൾ അതൊക്കെ വറുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് ഉച്ചയ്ക്ക് ശേഷമാണ്, വൈകുന്നേരമാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അല്ല, തേങ്ങ നേരത്തെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അത് ഉച്ചൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. അരി വറുക്കലും തേങ്ങ ചിരണ്ടി വെക്കലും നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമാണ് പിന്നെ ബാക്കി പരിപാടിയൊക്കെ. അതൊക്കെ പൊടിക്കാൻ, അരി നന്നായിട്ട് പൊടിച്ച് അരിച്ച് മാറ്റി വെക്കണം. അതൊക്കെ ഞങ്ങൾ വൈകുന്നേരമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അച്ചാറിടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് അടിച്ച് പോകരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല കമൻസൊക്കെ പ്രതീക്ഷിക്കുന്നു. കമൻസൊക്കെ ഇടുമ്പോഴല്ലേ നമുക്ക് വീണ്ടും ഒരു പ്രചോദനം വരുള്ളൂ വീഡിയോസൊക്കെ ഇടാൻ. അപ്പം എല്ലാവരുടെ അടുത്തു നിന്നും നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. ഞാൻ വെള്ളിയാഴ്ച വന്നതാണ് കേട്ടോ, എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് 2 ദിവസമായെങ്കിലും പോണതിൻ്റെ തലേ ദിവസം എല്ലാം കൂടി ഇടിപിടി വെച്ചിട്ട് എടുക്കുന്നതാണ് മെയിൻ സ്വഭാവം. എൻ്റെ മെയിൻ സ്വഭാവം അങ്ങനെയാണ്. ചിലപ്പോൾ അങ്ങനെയുള്ളവരായിരിക്കും മിക്കവാറും ആൾക്കാർ. വന്ന റെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ പോണതിൻ്റെ തലേ ദിവസം എല്ലാം കൂടി വിരകി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ മിക്കവാറും അങ്ങനെയാണ്. ഇതൊക്കെ അവിടെ നിന്ന് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ കുറച്ച് പാടുള്ള പണിയാണ്. അപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പിന്നെ അരി വറുക്കുക, പൊടിക്കുക, തേങ്ങ ചിരണ്ടുക, കുറച്ച് മെനക്കെട്ട പണിയാണ്. അപ്പോൾ പിന്നെ അത് നമുക്ക് നമ്മളവിടെ നിൽക്കില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പണി ഉണ്ടാവില്ല, ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുത്താൽ പോരെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ചെയ്യണത്. പിന്നെ ഹെൽപ്പിന് ആളുണ്ടാവും ചെയ്യും അവിടെ പിന്നെ ഒറ്റക്കായതുകൊണ്ട് അങ്ങനെ ആരുമില്ല, നമ്മൾ തന്നെ എല്ലാം ചെയ്യണ്ടേ. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ മെയിനായിട്ട് ചെയ്യൽ. അച്ചാറിടാൻ വലിയ പണിയില്ലെങ്കിലും പക്ഷേ എല്ലാവരും അച്ചാറിട്ടാൽ ഒരേപോലെ ആവണില്ല, അതെന്താണെന്നറിയില്ല. അച്ചാറിടുന്ന പോലെ എങ്ങനെ ഇട്ട് നോക്കിയാലും നമുക്കത് ആ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടൂല. അതാണ് ഒന്നാമത്തെ മെയിൻ പ്രശ്നം. അതാണ് ഉമ്മാനെ കൊണ്ട് ഇടിയിക്കണത്.
അപ്പോൾ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഉമ്മ ലാസ്റ്റ് ഉലുവയും കടുകൊക്കെ കൂടി വറുത്ത് പൊടിച്ച് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ പരിപാടി ഉണ്ട്. എല്ലായിടത്തും ഉലുവയും കടുകൊക്കെ പൊടിച്ചിടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അത്തമ്പാട് അവിടുത്തെ വീട്ടിൽ പോയപ്പോൾ അവിടെ ഒന്നും ആരും കടുകും ഉലുവൊന്നും പൊടിച്ച് അച്ചാറിടുന്നത് ഞാൻ കണ്ടിട്ടില്ല. അച്ചാറും പൊടി ഇട്ടിട്ടാണ് അവിടെ എല്ലാവരും അച്ചാർ ഇട്ടിരുന്നത് ആദ്യമൊക്കെ. പിന്നെ എൻ്റെ അമ്മ ചെയ്യണത് ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെയുള്ളവരൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയില്ല. ശർക്കര ഉരുക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരി പൊടിച്ച് അരിച്ചെടുക്കുന്നതിന് മുന്നേ ശർക്കര ചൂടാറണമല്ലോ, കൈക്ക് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കേണ്ടതല്ലേ. അപ്പോൾ ആദ്യം അത് എന്താ പറയുക, ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് ഉരുകുമ്പോഴത്തേന് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ നാത്തൂനാണ് അവിടെ പൊടിച്ച് തരുന്നുണ്ട്, ഞാനിത് അരിച്ചെടുക്കുകയാണ്. അപ്പം ഉമ്മ അപ്പുറത്തെ സൈഡിൽ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് അരിക്കൽ കഴിഞ്ഞതിന് ശേഷം തേങ്ങ ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് കേട്ടോ. ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഒരു തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചതാണ്, ഒരു തേങ്ങ കൊപ്രയിന്ന്. അത് എന്താണ് ചിരണ്ടാൻ പറ്റാത്ത കാരണം അത് ഇങ്ങനെ പൂണ്ടെടുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അതാണ് അവൾ പിന്നെ അരി പൊടിച്ചതിന് ശേഷം പൊടിച്ചെന്ന്. സാധാരണ ഇത് അരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് തേങ്ങയും ശർക്കരപ്പാനിയും പീനട്ട് ബട്ടറും ഇട്ടിട്ട് ചേർത്ത് നന്നായി കുഴച്ചെടുത്താൽ മതി. കട്ടല്ലാണ്ട് വെള്ളമൊന്നും കൂടാണ്ട് നന്നായിട്ട് കുഴച്ച് ഉണ്ടാക്കിയിട്ട് എടുത്താൽ മതി. പക്ഷേ ഇതിൽ പീനട്ട് ബട്ടർ ഇട്ടപ്പോഴേ നല്ല എന്താ പറയുക, ശർക്കര ഒഴിക്കാതെ തന്നെ നല്ല ഇങ്ങോട്ട് മിക്സായി. വെള്ളമൊക്കെ നല്ല പാകമായിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ ആയിന്ന്. അതുകൊണ്ട് തന്നെ ശർക്കര കുറച്ച് ഒഴിക്കാൻ പറ്റുള്ളൂ. ഫുള്ള് ഒഴിച്ചാൽ വെള്ളം കൂടിയിട്ട് ലൂസ് വരികയാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ശർക്കര കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. എന്നാലും മധുരത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആവശ്യത്തിന് മധുരം ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു മധുരം കുറഞ്ഞു പോകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മധുരം, പാകത്തിനുള്ള മധുരം തന്നെ ഉണ്ടായിരുന്നു. മത്ത് പിടിപ്പിക്കുന്ന മധുരം ഉണ്ടായില്ല എന്നേ ഉള്ളൂ. ഇതെടുക്കണേ അങ്ങനെ ഇനി കൊണ്ടേ മൂടി വെക്ക്. മൂടി വെക്കടി. ഞാൻ പിന്നെ എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം തേങ്ങയും പീനട്ട് ബട്ടറും ശർക്കരയും ഒക്കെ ഉരുക്കി എല്ലാം ഒഴിച്ചതിന് ശേഷം പിന്നെ മിക്സ് ആക്കിയപ്പോൾ എന്താ പറയുക, നല്ലൊരു ഉതിർച്ച അങ്ങോട്ട് കിട്ടണില്ല. ഇപ്പോൾ കണ്ടില്ലേ, അത് ഞാൻ തേങ്ങ മാത്രം ഇട്ടപ്പോൾ നല്ല ഉതിർച്ച ഉണ്ടായിരുന്നു. പക്ഷേ പീനട്ട് ബട്ടർ കുറച്ച് കൂടിപ്പോയി. കുറച്ച് തന്നെ ആ ഒരു കുപ്പിയിൽ ഫുള്ള് ഇട്ടിക്കണേ, കുറച്ച് മാത്രം അടിയിൽ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഫുള്ളായപ്പോഴേ നല്ല വാട്ടർ കണ്ടൻറ്റും ഉണ്ടായിരുന്നു അതിൽ, നല്ല വെള്ളം പോലെ ഇരുന്നത്. അപ്പോൾ എന്താണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വന്നപ്പോൾ കുറച്ചൊന്നിങ്ങനെ അങ്ങനെ ഉതിർച്ചല്ലാതെ ഇങ്ങനെ എന്താ പറയുക, ഇതായി ഇങ്ങോട്ട് ഉണ്ടാവില്ലേ, അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒക്കെ കുഴച്ചതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് നമ്മൾ ചെറിയ ജാറെടുത്തിട്ട് അതിൽ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഇതാക്കി കൊടുത്ത് ക്രഷ് ചെയ്തെടുത്ത് എന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് ഇതാക്കി എടുത്തെന്ന് ഉദ്ദേശിച്ചത് അതാണ്. പിന്നെ അങ്ങനെ ചെയ്തെടുത്തപ്പോൾ പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടുതൽ അരഞ്ഞു പോകണ്ട, ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ്. അത് നല്ല അരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടിക്കാനൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്താൽ മതി, ഒന്ന് ഉതിർച്ച ഉണ്ടാവാൻ വേണ്ടി മാത്രം. പിന്നെ എൻ്റെ വീഡിയോസിൽ പിന്നില്ലേ എന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ മൂളൽ കുറച്ച് കൂടുതലുണ്ടാവും. അത് ഒന്നാമത് കൂടുതൽ അങ്ങനെ സംസാരിക്കുന്ന ടൈപ്പല്ല ഞാൻ. അപ്പോൾ പിന്നെ ഇത് ഒന്ന് തഴങ്ങി വരാനുണ്ട്, അതിൻ്റെ കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഇതൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കാം. അപ്പോൾ പിന്നെന്താ, അപ്പോൾ നമ്മൾ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഇതൊന്ന് ഉരുട്ടിയാൽ മതി. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ.